പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 9 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു, അല്ലേ? എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മളെ നടത്തി. എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് നടത്തി. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിന്നൊക്കെ നമ്മളെ വിടുവിച്ചു. ദൈവകൃപയിൽ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. പരിശുദ്ധാത്മാവ് ആമേൻ നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നു, നമുക്ക് ആലോചന പറഞ്ഞു തന്നു. നമ്മൾ തളർന്നു പോകുമോ എന്ന് തോന്നിയ സാഹചര്യങ്ങളിലൊക്കെയും നമ്മളെ ബലപ്പെടുത്തി നിർത്തി. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ബുദ്ധി പറഞ്ഞു തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. എല്ലാത്തിനുമായിട്ട് ഈ കഴിഞ്ഞ പകൽക്കാലത്തെ ഓർത്ത് നമ്മുടെ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? ദൈവത്തിന്റെ കൃപയെന്നല്ലാതെ നമുക്ക് എന്നാ പറയാനുള്ളത്? ദൈവകൃപയാൽ സ്വസ്ഥമായി ഉറങ്ങി. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഉണർത്തിയ കർത്താവിന്റെ വിശ്വസ്തതയ്ക്ക് നന്ദി പറഞ്ഞ് ആമേൻ. സങ്കീർത്തനക്കാരൻ പറയത്തില്ലേ, ഞാൻ കിടന്നുറങ്ങി, കർത്താവിനെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. അതെ, ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ സാക്ഷ്യവും അതല്ലേ, ദൈവകൃപയാൽ ഞാൻ എഴുന്നേറ്റിരിക്കുന്നു. കരമുയർത്തി ഉണർത്തിയതിനായിട്ട്, ദൈവത്തിന്റെ സ്നേഹത്തിനായിട്ട് വീണ്ടും ഒരു പകൽക്കാലം കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നതോർത്ത് സ്തോത്രം 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 സ്തോത്രം. പോയ ആമേൻ ഈ പകൽക്കാലവും അങ്ങയുടെ കൃപ നമ്മളോട് കൂടെ ഉള്ളതിന് സ്തോത്രം. ആമേൻ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നിലനിന്നത് ദൈവത്തിന്റെ കൃപയാൽ. അപ്പൊ ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ കൃപ നമ്മളെ നിലനിർത്തുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയയ്ക്കായിട്ട് സ്തോത്രം, വാത്സല്യത്തിനായിട്ട് സ്തോത്രം, കരുണയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ ദയ ആകാശത്തിനു മീതെ ഉയർന്നു നിൽക്കുന്നല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളോടുള്ള ദയ വലുതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ 138 വാക്യം പറയുന്നത്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങ് എനിക്ക് ഉത്തരമരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ആമേൻ. യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും അങ്ങയുടെ വായിൻ വചനങ്ങളെ കേട്ട് കർത്താവിന് സ്തോത്രം ചെയ്യും. അതെ, അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയിൽ ഏകാഗ്രപ്പെട്ടാട്ടെ. ആരും അശ്രദ്ധരായിട്ട് പോകാതെ വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ച്, പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അപ്പയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങിന്ന് സന്ദർശിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ ഇന്ന് പകൽക്കാലം ഉണ്ടാകണം. രോഗികളായി ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. അസാധാരണമായ രോഗസൗഖ്യം ഇന്ന് പ്രഭാതത്തിൽ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് തൊണ്ടയ്ക്കകത്ത് ആമേൻ ഹീലിംഗുകൾ നടക്കട്ടെ. തൊണ്ടയ്ക്കകത്തുള്ള മുറിവുകൾ, തൊണ്ടയ്ക്കകത്തുള്ള അസ്വസ്ഥതകൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പരിപൂർണമായ സ്വസ്ഥതയും സൗഖ്യവും തൊണ്ടയ്ക്കകത്ത് സംഭവിക്കുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി തുറന്നു കൊടുക്കുന്ന കർത്താവിന്റെ വിശ്വസ്തതയ്ക്ക് നന്ദി. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നതിനെ വിടുവിക്കുന്ന ദൈവകൃപയ്ക്ക് നന്ദി പറയുന്നു. കർത്താവെ, അതുപോലെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വ്യക്തിപരമായി അങ്ങയുടെ കൈകളിൽ തരുന്നു. ഇന്ന് പകൽക്കാലം അതിന്മേൽ അങ്ങ് അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്നത്തെ സഭായോഗം അനുഗ്രഹപൂർണ്ണമായി തീരണം, മഹത്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിന്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വലിയ ഗ്രേസ് തന്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഉണ്ടാകണം. കർത്താവെ, വഴിയറിയാതെ ഭാരപ്പെട്ടു, എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങ് വഴികാട്ടിയായി തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത്. നിശ്ചയമായിട്ടും മറക്കാതെ ഇന്നത്തെ മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. റോമാലേഖനം 12 അതിന്റെ 6 വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. റോമൻസ് 12:16. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം. അപ്പം ഓരോരുത്തർക്കും ആമേൻ, ഈ ഭൂമിയിൽ ഒരാൾ ജനിക്കുമ്പോൾ ഓരോരുത്തർക്കും അവർക്ക്
കർത്താവ് ചില സ്വയസിദ്ധമായ കഴിവുകൾ അവരുടെ ഉള്ളിലിടും. അതായത് അവർ ജനിക്കുമ്പോൾ തന്നെ അവരിൽ ചില പ്രത്യേകമായ കഴിവുകളെ കർത്താവ് നിക്ഷേപിക്കാറുണ്ട്. ചിലപ്പോൾ അത് പാടാനുള്ള കഴിവായിരിക്കും, ചിലപ്പോൾ അത് വരയ്ക്കാനുള്ള കഴിവായിരിക്കും, ചിലപ്പോൾ അത് നല്ല സ്പോർട്സ് ആക്ടിവിറ്റിക്കുള്ള കഴിവായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള കഴിവുകൾ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ദൈവമിടും. ഇത് തിരിച്ചറിയുകയും ഇത് മനസ്സിലാക്കുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നവരാണ് പലപ്പോഴും സക്സസ് ആകുന്നത്. എന്നാൽ പലരും ചില സമയങ്ങളിൽ ഇത് തിരിച്ചറിയാറില്ല. അതുകൊണ്ട് അത് അവരുടെ ജീവിതത്തിൽ ഈ മണ്ണിൽ മൂടിക്കിടക്കുന്നത് പോലെ അല്ലെങ്കിൽ അടച്ചു വെച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും. അവരുടെ കഴിവുകൾ അവർക്ക് പുറത്തെടുക്കുവാനോ അല്ലെങ്കിൽ അവരുടെ ആ പൊട്ടൻഷ്യൽസ് ഉപയോഗിക്കുവാനോ അവർക്ക് സാധിക്കുന്നില്ല. അപ്പം ആ ഒരു കഴിവ് അവരുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അവർക്ക് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. അത് സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഒരാൾ ദൈവത്തിന്റെ പൈതലായി വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരാൾ രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ദൈവത്തിന്റെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ദാനങ്ങൾ നൽകുന്നു. ആമേൻ. എനിക്ക് ലഭിച്ചതായിരിക്കത്തില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. പക്ഷേ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ വ്യത്യസ്തമായ കൃപ, ആമേൻ, സ്പെഷ്യൽ ഗ്രേസ് നമ്മുടെ ഓരോരുത്തരുടെ മേലും വന്നിട്ടുണ്ട്. ഇന്ന് വീണ്ടും ജനനം പ്രാപിച്ച ഓരോ ദൈവമക്കളും ഓർത്തോണം, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രത്യേകമായ കൃപ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് തിരിച്ചറിയുക എന്നുള്ളതും നമ്മുടെ ദൗത്യമാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതും നമ്മുടെ ദൗത്യമാണ്. ആ പ്രത്യേകമായ കൃപ നമുക്ക് നൽകിയിരിക്കുന്നത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാനും ദൈവരാജ്യത്തിൽ പ്രയോജനമായി തീരുവാനും കർത്താവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് അനുഗ്രഹമായി മാറുവാനുമായി നമ്മളിൽ ദൈവത്തിന്റെ സ്പെഷ്യലായ കൃപ കർത്താവ് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രത്യേക ദാനങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം, ഇതിനെ നമ്മൾ ജ്വലിപ്പിക്കണം, ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. അവിടെയാണ് നമുക്ക് മുന്നേറുവാൻ കഴിയുന്നത്. പലപ്പോഴും അത് നമ്മൾ ഉപയോഗിക്കപ്പെടാറില്ല. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആ സ്പിരിച്വലായ സ്പെഷ്യൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രത്യേക ദാനം എന്തെന്ന് തിരിച്ചറിയുവാൻ പ്രാർത്ഥിക്കണം. കർത്താവിനോട് പറയണം, കർത്താവെ, അങ്ങന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്നതിനെ എനിക്ക് മനസ്സിലാക്കുവാനുള്ള കൃപ തരണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപയാണതും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കൃപകളെ ജ്വലിപ്പിക്കുവാനുള്ള ഒരു നല്ല വഴിയാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ആമേൻ. എന്നിട്ട് ആ കൃപകളെ നമ്മളിൽ ഡെവലപ്പ് ചെയ്യുകയും അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാകും, നമ്മൾ ദൈവരാജ്യത്തിനും അനുഗ്രഹമായി തീരും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന വീണ്ടും ജനിക്കപ്പെട്ട ഓരോരുത്തരുടെ മേലും സ്പെഷ്യൽ ഗിഫ്റ്റുകളെ കർത്താവ് തന്നിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പിതാവേ, ഇന്ന് ഈ ഓരോരുത്തരുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്നതായ ദാനങ്ങൾ, ഗിഫ്റ്റുകൾ യേശുവിൻ നാമത്തിൽ ജ്വലിച്ചു കയറട്ടെ. അവർ അത് തിരിച്ചറിയട്ടെ. അവരുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നതായ സ്പെഷ്യൽ കൃപകളെ തിരിച്ചറിയുവാൻ, അതിൽ ജ്വലിച്ചു വരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും അത് നഷ്ടമാക്കി പോകാതെ, ആരും പ്രയോജനപ്പെടുത്താതെ പോകാതെ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുവാൻ ഇടവരണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. അവരിലുള്ള കൃപകൾ, പൊട്ടൻഷ്യൽസ് അവരുടെ ഭാവിക്ക് അനുഗ്രഹമായി തീരട്ടെ, ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.